നമസ്കാരം. ബി.ജെ.പി. നേതാവും ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറുമായ മാതമംഗലം പുനിയങ്കോട് മണിയറ അങ്കണവാടിക്ക് സമീപത്തെ വടക്കേടത്ത് വീട്ടിൽ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്നത് ഭാര്യയുമായുള്ള വഴിവിട്ട ബന്ധത്തെ എതിർത്തതുകൊണ്ടാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. രാധാകൃഷ്ണന്റെ ഭാര്യയുമായി പ്രതി N.K. സന്തോഷിനുണ്ടായിരുന്ന അടുപ്പം ഇവരുടെ കുടുംബജീവിതത്തെ താളം തെറ്റിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ ബന്ധുക്കളും ബി.ജെ.പി. നേതാക്കളും മുൻകൈയെടുത്താണ് അടുത്ത കാലത്ത് പരിഹരിച്ചത്. എന്നാൽ വീണ്ടും ഇയാൾ നിരന്തരം രാധാകൃഷ്ണന്റെ ഭാര്യയെ ശല്യം ചെയ്യുകയായിരുന്നു. രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വന്ന പെരുമ്പടവ് സ്വദേശിയായ N.K. സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയുമായി അടുത്തു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് സന്തോഷ് രാധാകൃഷ്ണന്റെ നെഞ്ചത്ത് വെടിവെച്ചത്. സംഭവം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്, നിന്റെ കുത്തിക്കഴപ്പല്ലേ, എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ പെണ്ണ്, നിനക്ക് മാപ്പില്ല എന്നിങ്ങനെയായിരുന്നു എഴുതിയത്. വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് സന്തോഷ് തോക്കേന്തിയ ചിത്രവും ഭീഷണി സന്ദേശവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇതിൽ കൊല്ലുമെന്ന രീതിയിലുള്ള കുറിപ്പുകളായിരുന്നു. കൊള്ളിക്കുക എന്നതാണ് റിസ്ക്, കൊള്ളുമെന്നത് ഉറപ്പ് എന്നാണ് പ്രതി സന്തോഷ് മുൻപ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്. വേറെയും നിരവധി പോസ്റ്റുകൾ N.K. സന്തോഷ് എന്ന പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാധാകൃഷ്ണന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് സമീപത്ത് നിന്നും സന്തോഷിനെ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മൃതദേഹം പരിയാരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ഇരിക്കൂർ കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ 20 വർഷങ്ങൾക്ക് മുൻപാണ് മാതമംഗലത്തെത്തിയത്. കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ്. രാധാകൃഷ്ണനും ഭാര്യയ്ക്കും 2 മക്കളുണ്ട്. സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യയും സ്കൂൾ സഹപാഠികളാണെന്നും സൂചനയുണ്ട്. ഭാര്യയുമായി അടുപ്പം തുടരാൻ അനുവദിക്കാത്തതിന്റെ പകയാണ് കൊലയ്ക്ക് കാരണമെന്ന് FIR-ൽ പറയുന്നു. ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന രാധാകൃഷ്ണൻ ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ്. ഇതിനിടെ 49 വയസ്സുകാരനായ രാധാകൃഷ്ണൻ സൗമ്യ സ്വഭാവക്കാരനും ആരോടും വഴക്കിന് പോകുന്നയാളല്ലെന്നും പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. സന്തോഷ് ഇയാളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു. പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് രാധാകൃഷ്ണന് നേരെ പ്രതി സന്തോഷ് വെടിയുതിർത്തത്. നെഞ്ചിലേറ്റ ഒരൊറ്റ വെടിയാണ് രാധാകൃഷ്ണന്റെ മരണകാരണം. മുഖാമുഖം നിന്ന് വെടിയുതിർക്കുകയായിരുന്നു. രാധാകൃഷ്ണന്റെ ഭാര്യ മാതാവിനായി നിർമ്മിക്കുന്ന വീട്ടിലാണ് കൊലപാതകം നടന്നത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നേരത്തെ തർക്കമുണ്ടായിരുന്നു. കൂടാതെ ഫോണിൽ ഭീഷണി മുഴക്കുന്നത് പതിവായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷം ഇരുവരും നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലേക്ക് പോയിരുന്നു. ഇവിടെ വെച്ച് നടന്ന തർക്കത്തിനൊടുവിൽ രാധാകൃഷ്ണന് നേർക്ക് സന്തോഷ് നിറയൊഴിക്കുകയായിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായിട്ടില്ല. കൊലപാതക സമയം പ്രതി സന്തോഷ് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഇയാൾ നേരത്തെയും നാടൻ തോക്ക് ഉപയോഗിക്കുമായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ കൊല്ലാൻ ആസൂത്രണം ചെയ്തിരുന്നതായി വ്യക്തമായിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നന്ദി.